കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ? നമസ്കാരം. ഒരു ഗ്രാമത്തിലൂടെ വില കൂടിയ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ഒരു യുവാവ്. ആടുകളെ മേയ്ക്കുന്ന ഒരു വൃദ്ധനെ കണ്ട് അയാൾ വണ്ടി നിർത്തി. എന്നിട്ട് ആ വൃദ്ധനോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആടുകളുണ്ടെന്ന് കൃത്യമായി പറഞ്ഞാൽ അതിലൊന്നിനെ എനിക്ക് തരുമോ? അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, ശരി പറഞ്ഞോളൂ. യുവാവ് തൻ്റെ ലാപ്ടോപ്പും സംവിധാനങ്ങളും ഉപയോഗിച്ച് കണക്ക് കൂട്ടി കൃത്യമായി ആടുകളുടെ എണ്ണം പറഞ്ഞു. വൃദ്ധൻ അത് സമ്മതിക്കുകയും ഒരു മൃഗത്തെ എടുക്കാൻ അനുവദിക്കുകയും ചെയ്തു. യുവാവ് ഒരു മൃഗത്തെ ഉള്ളിലേക്ക് മാറ്റി. അപ്പോൾ വൃദ്ധൻ ചോദിച്ചു, നിങ്ങൾ UPSC പരീക്ഷ ജയിച്ചു വന്ന ഒരു IAS കാരനാണെന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ മൃഗത്തെ തിരിച്ചു തരുമോ? അപ്പോൾ യുവാവ് അത്ഭുതത്തോടെ പറഞ്ഞു, അതെ, ഞാൻ IAS കാരനാണ്. നിങ്ങളിതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 3 കാരണങ്ങൾ കൊണ്ട്. 1, നിങ്ങളിവിടെ ആരുടെയും അനുവാദം ചോദിക്കാതെയാണ് വന്നത്. 2, എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എന്നോട് പറഞ്ഞത്. 3, നിങ്ങൾ എൻ്റെ ആടിനെ അല്ല, അതിന് കാവൽ നിന്ന പട്ടിയെയാണ് എടുത്ത് കാറിലിട്ടിരിക്കുന്നത്. മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായിരുന്ന ഡോക്ടർ ബാബു പോൾ പറഞ്ഞ ഒരു ഫലിതമാണിത്. ചുരുക്കി പറഞ്ഞാൽ ആടിനെയും പട്ടിയെയും തിരിച്ചറിയാത്ത IAS വരെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് സാരം. അതിബുദ്ധിമാന്മാരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. IAS എന്ന് പറയുന്നത് പ്രവർത്തിക്കാനുള്ള വിരലുകൾ മാത്രമാണ്. ഔദ്യോഗിക ജീവിതത്തിന് പുറത്ത് സർഗാത്മകത്വം കൊണ്ട് തങ്ങളുടെ IAS ധന്യമാക്കിയ എത്രയോ എഴുത്തുകാർ നമുക്കുണ്ട്. മലയാറ്റൂരും CP നായരും മുതൽ K ജയകുമാർ വരെയുള്ള സർഗധനരായ IAS. IAS എന്നാൽ എല്ലാത്തിനും മേലെയാണോ? അല്ലെന്ന് തെളിയിച്ചിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ. ഒരു ദിവസം ബഷീറിനെ കാണാനായി ഒരു ജില്ലാ കളക്ടർ ചെന്നു. ഒപ്പമുണ്ടായിരുന്നയാൾ ബഷീറിന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇദ്ദേഹം കളക്ടറാണ്. അപ്പോൾ ബഷീർ ചോദിച്ചു, ഓഹോ, ഇമ്മിണി വലിയ ഗുമസ്തനാണല്ലേ, ഇങ്ങനെ IASുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഫലിതങ്ങളുണ്ടെന്നോ? എന്നാൽ പാട്ടുപാടിയും റീൽസിട്ടും ഭരണാധികാരികളെ ആവോളം സുഖിപ്പിച്ചും കാര്യകാരണങ്ങളില്ലാതെ പൊട്ടിച്ചിരിച്ചും അന്യരെ കെട്ടിപ്പിടിച്ചും രാഷ്ട്രീയ നേതാക്കളെ പുകഴ്ത്തിയും പൊട്ട കവിതകൾ ചൊല്ലിയും സെൽഫ് പ്രൊമോഷൻ നടത്തിയും കഴിഞ്ഞ 5 വർഷം ആറാടിയ ഒരു IAS നമുക്കുണ്ട്. 100 കണക്കിന് IAS കേരളത്തിലുണ്ട്. ഇങ്ങനെ PR വർക്കിലൂടെയും തന്ത്രങ്ങൾ മെനഞ്ഞും ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കുന്ന വിരലിലെണ്ണാവുന്ന ചിലരുമുണ്ട്. അതിൽ പ്രധാനിയാണ് ഈ കഥാപാത്രം. കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ചെന്ന മുഖ്യമന്ത്രി VD സതീശൻ വേദിയിലുണ്ടായിരുന്ന ദിവ്യാസ് അയ്യരെ ഗൗനിച്ചില്ല എന്ന തരത്തിൽ ഒരു വാർത്ത വന്നു. തൊട്ടടുത്തിരുന്നിട്ടും കണ്ട ഭാവം പോലും നടിച്ചില്ലത്രേ. കൈരളി ചാനലാണ് ഈ സങ്കടകരമായ വാർത്ത പറയുന്നത്. മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ഒരാൾ തൻ്റെ കീഴിലുള്ള 100 കണക്കിന് IAS ഒരാളെ ഷേക്ക് ഹാൻഡ് ചെയ്തും അടുത്ത് വിളിച്ചിരുത്തി കുശലം പറഞ്ഞും കുടുംബകാര്യങ്ങളൊക്കെ ചോദിച്ചും സ്നേഹപ്രകടനം നടത്തണമെന്ന് നിയമമുണ്ടോ? സത്യത്തിൽ അങ്ങനെ ചെയ്യുന്നത് ഔചിത്യമാണോ? മുഖ്യമന്ത്രി സാധാരണ പൗരന്മാരെ കെട്ടിപ്പിടിക്കുകയോ ചേർത്ത് നിർത്തുകയോ കുശലം ചോദിക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മര്യാദ. കഴിഞ്ഞ 5 വർഷം ദിവ്യാസ് അയ്യർ നടത്തിയ പിണറായി ഭക്തി കാരണം സകല കോൺഗ്രസ്സുകാർക്കും വെറുപ്പുളവാക്കുന്ന ഒരു IAS അവർ മാറി. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ദിവസം ദിവ്യ നടത്തിയ പ്രസംഗം കേട്ടാൽ ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കാൻ ലോകത്ത് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രി ഇല്ല എന്ന തരത്തിലായിരുന്നു പുകഴ്ത്തൽ. ദിവ്യയുടെ ചീഞ്ഞ പബ്ലിസിറ്റി സ്റ്റണ്ടിനെ പറ്റി നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലായി അതിനെപ്പറ്റി പറയുന്നില്ല. എന്നാലും മുഖ്യമന്ത്രി അവഗണിച്ചതിന് ശേഷം ദിവ്യാസ് അയ്യർ ഒരു വീഡിയോയിലൂടെ ചില സങ്കടങ്ങൾ പങ്കുവച്ചു. ബ്യൂറോക്രാറ്റുകളെ എല്ലാം തലയിലെടുത്ത് വെക്കേണ്ട ആവശ്യം സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കുണ്ടോ? അതോ പിണറായി സർക്കാർ പ്രത്യേക നിയമം വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ ആര് ഭരണത്തിൽ വന്നാലും ദിവ്യയെ പൊന്നുപോലെ സൂക്ഷിച്ചു കൊള്ളണമെന്ന്? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിക്ക് കുഞ്ഞിനെ കൊണ്ട് ഉമ്മ കൊടുപ്പിക്കുന്നു, ഹീറോ എന്ന് അദ്ദേഹത്തെ വാഴ്ത്തുന്നു, K രാധാകൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തിരിച്ച് പാർട്ടി പ്രവർത്തനായി കണ്ണൂർക്ക് പോയ KK രാഗേഷിനെ പുകഴ്ത്തിക്കൊണ്ട് കർണൻ്റെ കവചമണിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെപ്പറ്റിയും കരുതലിനെപ്പറ്റിയും വാതോരാതെ സംസാരിക്കുന്നു. തനിക്ക് കിട്ടിയ പരിഗണനയെപ്പറ്റി പറയുന്നു. സർക്കാരിനെ പുകഴ്ത്തി കാട്ടാക്കട മുരുകനുമായി ചേർന്ന് മുദ്രാഗാനം ആലപിക്കുന്നു. എന്നു വേണ്ട സർവത്ര പുകിലായിരുന്നു. കഴിഞ്ഞ സർക്കാരിലെ എല്ലാ മന്ത്രിമാർക്കൊപ്പം നിന്ന് സെൽഫി എടുപ്പും റീൽസ് ഇടലുമായിരുന്നു പ്രധാന പണി. മുഖ്യമന്ത്രി വേദിയിൽ വരുമ്പോൾ
അദ്ദേഹത്തിനൊപ്പം നിന്നൊരു റീൽ ഇടാമെന്ന്, സെൽഫി എടുക്കാമെന്ന് ഒക്കെ കൊതിച്ചു. പക്ഷേ സതീശൻ ആരാ മോൻ, കണ്ട ഭാവം നടിച്ചില്ല, അങ്ങനെ തന്നെ വേണം. KSU നേതാവ് അലോഷിക്കുണ്ടായ അനുഭവം കണ്ടില്ലേ? ദിവസവും ആയിരക്കണക്കിന് മനുഷ്യർ സങ്കടങ്ങൾ പറയാനും പരാതികൾ പറയാനും മുഖ്യമന്ത്രിയെ അടുത്ത് വരുന്നുണ്ട്. അവരെയെല്ലാം അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ അതല്ലേ നന്മ? അല്പസ്വല്പം മധുര പ്രതികാരങ്ങളൊക്കെ ഇല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന് വല്ല പ്രസക്തിയുമുണ്ടോ ദിവ്യേ? താൻ ഇത്രയേറെ മറ്റുള്ളവരുടെ വെറുപ്പിനും വേട്ടയാടലിനും പാത്രമാകാൻ കാരണം എന്താണെന്ന് ഇതാ ദിവ്യ എസ് നമ്മോട് പറയുന്നു. എന്റെ അനുഭവത്തിലൂടെ, ഉത്തമ ബോധ്യത്തിൽ, എന്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ്, അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. എത്ര വിചിത്രമായ ലോകമാണെന്ന്. ആഹാ, എത്ര വിചിത്രമായ ലോകമാണിത്! മനുഷ്യന്റെ നന്മയെ തിരിച്ചറിയാത്ത ലോകമേ. അല്ല ദിവ്യമാടമേ, അങ്ങ് ആരുടെയൊക്കെ നന്മയാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്? കേരള സംസ്ഥാനത്തെ കമ്മികളുടെ തലസ്ഥാനമാക്കാൻ ശ്രമിച്ച് സാധാരണ മനുഷ്യരെ മുഴുവൻ ദ്രോഹിച്ച് സാധാരണക്കാർക്കും സ്ത്രീകൾക്കും നീതി നിഷേധിച്ച് സ്വജനപക്ഷപാതത്തിൻ്റെ ആശാനായ പിണറായി വിജയൻ്റെ നന്മയാണോ നിങ്ങൾ കണ്ട മഹത്തായ നന്മ? നിങ്ങൾക്കൊരു പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അത് നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രമാണ്. പിന്നൊരാൾ KK രാഗേഷ് ആണല്ലോ, കണ്ണൂരിലെ കൊലക്കത്തി രാഷ്ട്രീയത്തിൽ ഒരു കാലത്തും തള്ളിപ്പറയാത്ത മനുഷ്യൻ. പത്തനംതിട്ട കളക്ടറായിരുന്ന താങ്കളെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ആക്കി കൊണ്ടുവച്ച പിണറായി വിജയൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. അത് നിങ്ങളുടെ മാത്രം സ്വന്തം കാര്യം. ഭർത്താവിൻ്റെ പരാജയത്തിന് കാരണമായത് തൻ്റെ അഗാധമായ കമ്മിപ്രേമമാണെന്ന് താങ്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? MLA ആയിരുന്ന, ഇപ്പോൾ ജയിച്ച് മന്ത്രിയെങ്കിലും ആകേണ്ട ഒരു മനുഷ്യനെയാണ് ഒരു കൗൺസിലറായി കൊണ്ടിരുത്തിയിരിക്കുന്നത് BJPക്കാരുടെ തല്ല് വാങ്ങാൻ. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉന്നത സ്ഥാനത്താണ് ദിവ്യ ഇരിക്കുന്നത്. അതിൻ്റെ മന്ത്രി KM ഷാജിയാണ്. ഷാജിയോടൊപ്പമുള്ള സെൽഫിയും റീലുകളുമാണ് ഇപ്പോൾ ധാരാളമായി കണ്ടുവരുന്നത്. ഷാജിയുടെ ആജന്മ ശത്രുക്കളാണ് കമ്മികൾ. ഇഞ്ചി കച്ചവടക്കാരനെന്ന് വിളിച്ചാണ് പൂമരം സഖാവ് പണ്ട് കളിയാക്കിയത്. അധികം വൈകാതെ അന്തങ്ങൾ ദിവ്യക്കെതിരെ തിരിയും. താങ്കളുടെയൊക്കെ സീനിയറായ K ജയകുമാർ ഇപ്പോഴും ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരിക്കുന്നു. LDF സർക്കാർ നിയമിച്ച അദ്ദേഹത്തെ UDF മാറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെ ഒരു സർക്കാരിനും കൈവിടാൻ കഴിയില്ല. പൈങ്കിളി വർത്തമാനങ്ങൾ പറഞ്ഞും പിണറായി വിജയനെയും CPM നേതാക്കളെയും സ്തുതിച്ചും പൊട്ടക്കാവ്യങ്ങൾ പാടിയും ദിവ്യ പിണറായി ഭരണകൂടത്തിൻ്റെ പൊന്നോമനയായി വിലസുമ്പോഴാണ് നട്ടെല്ലും ബുദ്ധിസാമർഥ്യവും കാര്യനിർവഹണ ശേഷിയുമുള്ള B അശോകും പ്രശാന്തുമൊക്കെ വീട്ടിലിരുന്നത് എന്നുകൂടി ആലോചിക്കണം. ദിവ്യ എസ് അയ്യർ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ എത്ര വിചിത്രമാണ് ഈ ലോകം!